Hello friends, welcome to my video class. Welcome to my YouTube channel. The Never Never Nest. തവണ വ്യവസ്ഥയിൽ വാങ്ങിയ വീട്. Characters: Jack, Jill, his wife, and Jane, nurse. Scene 1. The launch of Jack and Jill's villa at New Hampstead. ജാക്കിൻ്റെയും ജില്ലിൻ്റെയും ന്യൂ ഹാംസ്റ്റഡിലുള്ള വീടിൻ്റെ സ്വീകരണമുറി. The essential furniture consists of a table on which are writing materials and 2 chairs. ഒരു മേശയും അതിന്മേൽ എഴുതാനുള്ള ഏതാനും വസ്തുക്കളും 2 കസേരകളുമാണ് മുഖ്യമായും അവിടെ കാണുന്നത്. As the curtain rises, the lounge is empty, but Jack and Jill come immediately, followed by Aunt Jane. കർട്ടൻ ഉയരുമ്പോൾ സ്വീകരണമുറി ശൂന്യമാണ്. അടുത്ത നിമിഷം ജാക്കിനെയും ജില്ലിനെയും പിന്തുടർന്ന് ജെയിൻ അമ്മായി കടന്നുവരുന്നു. ജിൽ: ആൻഡ് ദിസ് ഈസ് ദ ലോഞ്ച്. ജിൽ: ഇതാണ് ഞങ്ങളുടെ സ്വീകരണമുറി. ആൻഡ് ജെയിൻ: charming, charming, such a cozy little room and such pretty. അമ്മായി: മനോഹരം, മനോഹരം, അങ്ങേയറ്റം സുഖപ്രദമായ ചെറിയ മുറി, സുന്ദരവും. ജാക്ക് modestly: we like it, you know. handy place to sit in and listen to the radiogram. ജാക്ക് വിനയപൂർവം. modestly വിനയപൂർവം. അമ്മായിക്കറിയാമോ, ഞങ്ങൾക്കും ഇവിടം വളരെ ഇഷ്ടമാണ്. ഇവിടെ ഇരുന്ന് റേഡിയോ പരിപാടികൾ കേൾക്കാൻ വളരെ സൗകര്യമാണ്. ആൻഡ് ജെയിൻ: ഓ, ഹാവ് യു ഗോട്ട് എ റേഡിയോഗ്രാം ആസ് വെൽ ആസ് എ കാർ ആൻഡ് എ പിയാനോ. അമ്മായി: ഓഹോ, കാറും പിയാനോയും കൂടാതെ നിങ്ങൾക്ക് റേഡിയോയുമുണ്ടോ. ജാക്ക്: വൈ, ഓഫ് കോഴ്സ്. ആൻഡ് ജെയിൻ: യു സിംപ്ലി മസ്റ്റ് ഹാവ് a radio set nowadays. പിന്നെ തീർച്ചയായും അമ്മായി, ഇക്കാലത്ത് നമുക്കൊരു റേഡിയോ സെറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ജിൽ: ആൻഡ് ഇറ്റ്സ് സോ നൈസ് ഫോർ മീ ആൻഡ് ജാക്സ് അവേ അറ്റ് ബിസിനസ്. ജിൽ: ജാക്ക് ബിസിനസ് കാര്യങ്ങൾക്കായി ദൂരെ പോകുമ്പോൾ ഇത് എനിക്ക് വളരെ പ്രയോജനപ്രദമാണ്. I even make him move it into the kitchen so that I can listen to it while I cook. ഞാൻ ചിലപ്പോൾ ഇവനെ അടുക്കളയിലേക്ക് കൊണ്ടുപോകാറുണ്ട്. പാചകം ചെയ്യുമ്പോൾ എനിക്ക് പരിപാടികൾ കേൾക്കാമല്ലോ. ജാക്ക്: sit down. And Jane, you must be tired. We have shown you everything now. ഇരിക്കൂ അമ്മായി, അമ്മായി വല്ലാതെ ക്ഷീണിച്ചിട്ടുണ്ടാകും. പിന്നെ ഞങ്ങൾ ഇവിടെയുള്ളതെല്ലാം അമ്മായിയെ കാണിച്ചു കഴിഞ്ഞിരിക്കുന്നു. ജിൽ: വാട്ട് യു തിങ്ക് ഓഫ് അവർ ലിറ്റിൽ നെസ്റ്റ്. ആൻഡ് ജെയിൻ: ഞങ്ങളുടെ ഈ ചെറിയ കൂടിനെക്കുറിച്ച് എന്തു തോന്നുന്നു അമ്മായി. ആൻഡ് ജെയിൻ: ഐ തിങ്ക് ഇറ്റ്സ് വണ്ടർഫുൾ മൈ ഡിയേഴ്സ്. ദ ഫേർണിച്ചർ ആൻഡ് ദ കാർ ആൻഡ് ദ പിയാനോ ആൻഡ് ദ റെഫ്രിജറേറ്റർ ആൻഡ് ദ റേഡിയോ. വാട്ട്സ് ഇറ്റ്? ഇറ്റ്സ് വണ്ടർഫുൾ, റിയലി വണ്ടർഫുൾ. അമ്മായി: വളരെ വിസ്മയകരമായിരിക്കുന്നു മക്കളെ. വീട്ടുപകരണങ്ങൾ, കാർ, പിയാനോ, റഫ്രിജറേറ്റർ, റേഡിയോ, എന്തു പറയാനാണ്, എല്ലാം അത്ഭുതകരം, തീർത്തും അത്ഭുതകരം. ജാക്ക്: ആൻഡ് വി ഔ ഇറ്റ് ഓൾ ടു യു. ജാക്ക്: ഇതിനെല്ലാം ഞങ്ങൾ അമ്മായിയോടാണ് കടപ്പെട്ടിരിക്കുന്നത്. ആൻഡ് ജെയിൻ: യാസ് ജാക്ക്, ദാറ്റ്സ് വാട്ട്സ് വറിയിങ് മീ. അതേ ജാക്ക്, അതുതന്നെയാണ് എന്നെ ഇപ്പോൾ വിഷമിപ്പിക്കുന്നത്. ജാക്ക്: worrying you. ആൻഡ് ജെയിൻ: അമ്മായിയെ വിഷമിപ്പിക്കുന്നുവെന്നോ. ആൻഡ് ജെയിൻ: യെസ്. that check I gave you for your wedding present, it was only 200 pounds, wasn't it? I didn't put 2,000 by mistake. അമ്മായി: അതെ, ഞാൻ നിങ്ങൾക്ക് വിവാഹ സമ്മാനമായി തന്ന ആ ചെക്ക് അത് 200 പൗണ്ട് മാത്രമായിരുന്നു.
അല്ലേ? ഞാൻ തെറ്റായി 2000 പൗണ്ട് എന്ന് ചേർത്തിരുന്നില്ലല്ലോ. Jill, why no? And Jane, what on earth made you think that? Jill, എന്താ? ഇല്ല അമ്മായി, എന്താ അമ്മായിക്ക് ഇങ്ങനെ തോന്നാൻ? ഈശ്വര. And Jane, relieved, well, that's all right, but I still don't altogether understand. This house, it's very lovely, but doesn't it cost a great deal for rent? അമ്മായി ആശ്വസിച്ചുകൊണ്ട്. റിലീവ്ഡ്, ശരി ശരി, പക്ഷേ എനിക്ക് കാര്യങ്ങൾ ആകെ കൂടി അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. ഈ വീട്, ഇത് വളരെ മനോഹരമാണ്. ഇതിന് വാടക ഒരു വലിയ തുക ആകുകയില്ലേ? ജാക്ക്, റെൻറ്റ്? ഓ നോ, വി ഡോണ്ട് പേ റെൻറ്റ്. വാടകയോ? ഇല്ല, ഞങ്ങൾ വാടക കൊടുക്കുന്നില്ല. ആൻഡ് ജെയിൻ, ബട്ട് ജാക്ക്, ഇഫ് യു ഡോണ്ട് പേ റെൻറ്റ് you will get turned out into the street, and that would never do. You have Jill and the baby to think of now, you know. അമ്മായി, പക്ഷേ ജാക്ക് വാടക കൊടുത്തില്ലെങ്കിൽ നിങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടുകയില്ലേ? അതിനിടയാക്കരുത്. നിനക്ക് ജില്ലിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യം നോക്കണ്ടേ? അതോർമ്മ വേണം. ജാക്ക്, നോ നോ ആൻഡ് ജെയിൻ, you misunderstood me. We don't pay rent because the house is ours. അല്ല, അങ്ങനെയല്ല അമ്മായി. അമ്മായി ഞങ്ങളെ തെറ്റിദ്ധരിച്ചു. ഞങ്ങൾ വാടക കൊടുക്കാതിരിക്കുന്നത് ഈ വീട് ഞങ്ങളുടേതായതുകൊണ്ടാണ്. ആൻഡ് ജെയിൻ, യാസ്, നിങ്ങളുടേതോ? ജിൽ, വൈ യാസ്? യു ജസ്റ്റ് പേ 10 pounds and it's yours. പിന്നല്ലാതെ 10 പൗണ്ട് കൊടുക്കുക, വീട് സ്വന്തമായി. ജാക്ക്, you see, Aunt Jane, we realized how uneconomic it is to go on paying rent year and year when you can buy and enjoy a home of your own for 10 pounds and a few quarterly payments, of course. Why be Mr. Tenant when you can be our Mr. Owner? നോക്കൂ അമ്മായി, 10 പൗണ്ടിനൊരു വീട് സ്വന്തമാക്കി അതിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കുവാൻ സാധിക്കുമെന്നിരിക്കെ വർഷം തോറും വാടക കൊടുക്കുന്നത് എത്ര വലിയ സാമ്പത്തിക നഷ്ടമാണെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ പാദവാർഷികമായി ഏതാനും തവണകളും നിങ്ങൾക്ക് ഉടമയാകാൻ കഴിയുമെങ്കിൽ പിന്നെന്തിന് വാടകക്കാരാകണം? ആൻഡ് ജെയിൻ, ഐ സീ, യെസ്, there is something in that. Even so, you must be getting on very well to keep up a place like this. അമ്മായി, ശരി, നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എന്തൊക്കെയായാലും ഇതുപോലെ ഒരു വീട് നോക്കിക്കൊണ്ടുപോകാൻ നിനക്ക് കഴിയുന്നുണ്ടല്ലോ. ജിൽ, ഓ, he is Aunt Jane. Why, only last year he had a 5 shilling rise, didn't you, Jack? ജിൽ, പിന്നില്ലേ, ജാക്കിന് കഴിയും. കഴിഞ്ഞ വർഷം ജാക്കിന് 5 ഷില്ലിങ്ങിൻ്റെ ശമ്പള വർധനയുണ്ടായി, ഇല്ലേ ജാക്ക്? ജാക്ക്, മോഡസ്റ്റ്ലി, of course that was nothing really. I'm expecting 10 this Christmas. ജാക്ക് വിനീതനായി, മോഡസ്റ്റ്ലി, അത് യഥാർത്ഥത്തിൽ കാര്യമായിട്ടൊന്നുമില്ലായിരുന്നു. ഈ ക്രിസ്മസിന് ഞാൻ 10 പ്രതീക്ഷിക്കുന്നുണ്ട്. ആൻഡ് ജെയിൻ, സഡൻലി, Jack, I have just thought of something. That car, is it yours? അമ്മായി പെട്ടെന്ന്, ഇപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ആ കാർ, അത് നിങ്ങളുടേതാണോ? ജിൽ, ഓഫ് കോഴ്സ്, ഇറ്റ്സ് ours. ജിൽ, തീർച്ചയായും. അമ്മായി, ആൻഡ് ജെയിൻ, ഓൾ യുവേഴ്സ്? അമ്മായി, മുഴുവനായും നിങ്ങളുടേത് തന്നെയാണോ? ജാക്ക്, വെൽ നോ, നോട്ട് എക്സാക്ട്ലി ഓൾ. ജാക്ക്, അത് അല്ല, മുഴുവനായുമല്ല. ആൻഡ് ജെയിൻ, ഹൗ മച്ച് ഓഫ് ഇറ്റ്? എത്ര മാത്രമുണ്ട് സ്വന്തമായി? ജിൽ, ഓ, ഐ ഷുഡ് സേ ദ സ്റ്റിയറിംഗ് വീൽ ആൻഡ് വൺ ഓഫ് ദ ടയേഴ്സ് and about 2 of the cylinders. But don't you see,
ദാറ്റ്സ് ദ വണ്ടർഫുൾ തിങ് അബൌട്ട് ഇറ്റ്. ഓ ഞാൻ പറയാം, സ്റ്റിയറിംഗ് വീൽ, ടയറുകളിൽ ഒന്ന്, പിന്നെ സിലിണ്ടറുകളിൽ 2 എണ്ണമെങ്കിലും. പക്ഷേ ഇതിലെ രസകരമായ കാര്യം ഇതാണ്. അമ്മായിക്ക് മനസ്സിലായോ? ആൻഡ് ജെയിൻ, ഐ ഡോണ്ട് സീ എനിത്തിങ് വണ്ടർഫുൾ അബൌട്ട് ഇറ്റ്. ഞാനിതിൽ രസകരമായി ഒന്നും കാണുന്നില്ല. Jill, but there is, and Jane, you see, although we could never buy a car outright, we can enjoy all the pleasures of motoring for a mere £5 down. Jill, പക്ഷേ ഉണ്ടമ്മായി, നമുക്ക് ഒറ്റയടിക്ക് ഒരു കാർ വാങ്ങാൻ സാധിക്കുന്നില്ലെങ്കിലും വെറും £5 ആദ്യ തവണ അടച്ചാൽ വാഹനയാത്രയുടെ മുഴുവൻ സന്തോഷവും അനുഭവിക്കാൻ കഴിയും. ആൻഡ് ജെയിൻ, and the rest by easy installments, I suppose. പിന്നെ ബാക്കി നിസാര തവണകളായും അല്ലേ? ജിൽ, എക്സാക്ട്ലി, അങ്ങനെ തന്നെ. ആൻഡ് ജെയിൻ, എക്സാക്ട്ലി. ആൻഡ് വാട്ട് അബൌട്ട് ദ റേഡിയോ, വാട്ട്സ് ഇറ്റ്? അമ്മായി, അങ്ങനെ തന്നെ. റേഡിയോയുടെ കാര്യം എങ്ങനെയാണ്? ജാക്ക്, വെൽ ദാറ്റ്സ് ദ. ജാക്ക്, അത്. ആൻഡ് ജെയിൻ, ആൻഡ് ദ പിയാനോ? അമ്മായി, പിയാനയോ? ജിൽ, വെൽ ഓഫ് കോഴ്സ്, അതോ പിന്നെ. ആൻഡ് ജെയിൻ, ആൻഡ് ദ ഫേർണിച്ചർ? അമ്മായി, വീട്ടുപകരണങ്ങളോ? ജാക്ക്, ഐ ആം അഫ്രൈഡ് സോ. എല്ലാം അങ്ങനെ തന്നെയാണ്. ആൻഡ് ജെയിൻ, ഐ സപ്പോസ് ഓൾ യു ഓൺ ഈസ് ദിസ് ലെഗ്. അമ്മായി, ഈ കാലു മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായി ഉള്ളൂവെന്ന് ഞാൻ കരുതുന്നു. ഷീ പോയിൻറ്റ്സ് ടു അനദർ. ഒരു കാലിന് നേരെ ചൂണ്ടുന്നു. ആൻഡ് ജെയിൻ, I suppose all you own is this leg. She points to one. ഈ കാല് മാത്രമേ നിങ്ങൾക്ക് സ്വന്തമായി ഉള്ളൂവെന്ന് ഞാൻ കരുതുന്നു. ഒരു കാലിന് നേരെ ചൂണ്ടുന്നു. ജിൽ, well, no, as a matter of fact, it's that one. She points to another. ജിൽ, അങ്ങനെയല്ല. ശരിക്കും പറഞ്ഞാൽ അത് ആ കാലല്ല. അവൾ മറ്റൊരു കാലിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആൻഡ് ജെയിൻ, and the rest belongs to Mr. Sage, I suppose. അമ്മായി, ബാക്കി മിസ്റ്റർ സേജിനുള്ളതാണെന്ന് കരുതുന്നു. ജിൽ, യെസ്, അത് അതെ. ആൻഡ് ജെയിൻ, വെൽ, ഐ ആം നോട്ട് ഗോയിങ് ടു സിറ്റ് ഓൺ മിസ്റ്റർ സേജസ് പാർട്ട് ഫോർ എനി വൺ. അമ്മായി, മിസ്റ്റർ സേജിൻ്റേതായ സെറ്റിയുടെ ഭാഗത്ത് ഞാൻ ഇരിക്കുകയില്ല. ഷീ സ്റ്റാൻഡ്സ് അപ്പ്. Now tell me, how much do all these installments come to? ശരി പറയൂ, എല്ലാ ഇൻസ്റ്റാൾമെൻറ്റുകളും കൂടെ എത്ര തുക വരും? Jack, well, actually, he takes out his pocket book and consults it. Actually, to £7, 8 and 8 pence a week. Jack, അത് ശരിക്കും പോക്കറ്റ് ബുക്ക് എടുത്ത് പരിശോധിക്കുന്നു. ഒരാഴ്ചയിൽ £7, 8 shilling, 8 pence. ആൻഡ് ജെയിൻ, ഗുഡ് ഹെവൻസ്, ആൻഡ് ഹൗ മച്ച് ഡു യു ഏൺ? അമ്മായി, ദൈവമേ, ഒരാഴ്ചയിൽ എത്ര സമ്പാദിക്കുന്നുണ്ട്? ജാക്ക്, ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, ദാറ്റ്സ് £6. ജാക്ക്, ശരിക്കും പറഞ്ഞാൽ അത് £6 വരും. ആൻഡ് ജെയിൻ, but that's absurd. How can you pay £7, 8 and 8 pence out of £6? അമ്മായി, അത് തീർത്തും അസംബന്ധമാണ്. £6 നിന്ന് എങ്ങനെയാണ് £7, 8 shillingും 8 പെൻസും കൊടുക്കാൻ കഴിയുന്നത്? ജാക്ക്, oh, that's easy. You see, all you have to do is to borrow the rest of the money for the payments from the thrift and Providence Trust Corporation. ജാക്ക്, അത് വളരെ നിസ്സാരമാണ്. ബാക്കിയുള്ള തുക നിങ്ങൾക്ക് ത്രിഫ്റ്റ് ആൻഡ് പ്രൊവിഡൻസ് ട്രസ്റ്റ് കോർപ്പറേഷനിൽ നിന്ന് വാങ്ങാവുന്നതേയുള്ളൂ. ജിൽ, they are only too glad to loan you any amount you like
or note of hand alone. ജിൽ, ഒരു സമ്മതപത്രം എഴുതി കൊടുത്താൽ എത്ര വലിയ തുകയും കടമായി തരാൻ അവർക്ക് സന്തോഷമേയുള്ളൂ. ആൻഡ് ജീൻ, ആൻഡ് ഹൗ ഡു യു പ്രൊപ്പോസ് ടു പേ ദാറ്റ് ബാക്ക്? അമ്മായി, അതെങ്ങനെ തിരിച്ചടയ്ക്കാമെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ജാക്ക്, ഓ ദാറ്റ്സ് ഈസി ടു, യു ജസ്റ്റ് പേ ഇറ്റ് ബാക്ക് ഇൻ ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഓ, അത് നിസ്സാരമാണ്, തവണകളായി അതും തിരിച്ചടയ്ക്കാം. ആൻഡ് ജെയിൻ, ഇൻസ്റ്റാൾമെൻറ്റ്സ്. ഷീ ക്ലാപ്സ് ഹെർ ഹാൻഡ് ടു ഹെർ forehead and sinks back weakly into the chair. തവണകൾ. അവർ നെറ്റിയിൽ കൈത്തലം കൊണ്ട് അടിച്ചിട്ട് കസേരയിലേക്ക് തളർന്നിരിക്കുന്നു. Then realizes that she is sitting on Mr. Sage's piece and leaps to her feet again with a little shriek. മിസ്റ്റർ സെയ്ജിൻ്റെ ഉടമസ്ഥതയിലുള്ള കസേരയിലാണല്ലോ ഇരിക്കുന്നതെന്ന് ഓർത്തപ്പോൾ നിലവിളിച്ചുകൊണ്ട് അവർ ചാടി എഴുന്നേൽക്കുന്നു. ജാക്ക്, ആൻഡ് ജെയിൻ, ഈസ് എനിത്തിങ് ദ മാറ്റർ? വുഡ് യു ലൈക്ക് ടു ലൈ ഡൗൺ? ജാക്ക്, അമ്മായി, എന്താ കാര്യം? കിടക്കണമെന്ന് തോന്നുന്നുണ്ടോ? ആൻഡ് ജെയിൻ, ലൈ ഡൗൺ? ഡു യു സപ്പോസ് ഐ ആം ഗോയിങ് ടു ട്രസ്റ്റ് മൈസെൽഫ് ഇൻ എ ബെഡ് ദാറ്റ് ബിലോങ്സ് ടു മിസ്റ്റർ സെയ്ജ് ഓർ മാർക്സ് ആൻഡ് സ്പെൻസർ ഓർ സംബഡി? നോ, ഐ ആം ഗോയിങ് ഹോം. അമ്മായി, കിടക്കാനോ? മിസ്റ്റർ സെയ്ജിൻ്റെയോ മാർക്സിൻ്റെയോ സ്പെൻസറുടെയോ മറ്റാരുടെയെങ്കിലുമോ ഉടമസ്ഥതയിലുള്ള കിടക്കയിൽ ഞാൻ കിടക്കുമെന്ന് നീ വിചാരിക്കുന്നു? ഇല്ല, ഞാൻ വീട്ടിൽ പോവുകയാണ്. ജിൽ, ഓ മസ്റ്റ് യു റിയലി ഗോ? ഓഹോ, ഉറപ്പായും പോകണമോ? ആൻഡ് ജെയിൻ, ഐ തിങ്ക് ഐ വുഡ് ബെറ്റർ. അമ്മായി, അതാണ് നല്ലതെന്ന് തോന്നുന്നു. ജാക്ക്, ഐ വിൽ ഡ്രൈവ് യു ടു ദ സ്റ്റേഷൻ. ജാക്ക്, ഞാൻ അമ്മായിയെ സ്റ്റേഷൻ വരെ കാറിൽ കൊണ്ടുവിടാം. ആൻഡ് ജെയിൻ, വാട്ട്, ട്രാവൽ ഇൻ എ കാർ ദാറ്റ് ഹാസ് ഓൺലി വൺ ടയർ ആൻഡ് ടു തിങ്കമീസ്? നോ താങ്ക് യു, ഐ വിൽ ടേക്ക് ദ ബസ്. എന്ത്, ഒരു ടയറും വേറെ എന്തോ രണ്ട് സാധനങ്ങളും മാത്രമുള്ള കാറിൽ യാത്ര ചെയ്യാനോ? വേണ്ട, നന്ദി, ഞാൻ ബസ്സിൽ പോയിക്കൊള്ളാം. ജാക്ക്, വെൽ ഓഫ് കോഴ്സ്, ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് അബൌട്ട് ഇറ്റ്. ജാക്ക്, ശരി, അമ്മായിക്ക് അങ്ങനെയാണ് തോന്നുന്നതെങ്കിൽ. ആൻഡ് ജെയിൻ, relenting a little, now I'm sorry if I sound rude, but really I'm shocked to find the way you are living. അമ്മായി, അല്പം വീണ്ടും വിചാരത്തോടുകൂടി. relenting a little, ഞാൻ പരുഷമായി സംസാരിച്ചെങ്കിൽ ഖേദിക്കുന്നു, പക്ഷേ നിങ്ങളുടെ ഈ ജീവിത രീതി ശരിക്കും എന്നെ ഞെട്ടിച്ചിരിക്കുന്നു. I have never owed a penny in my life. Cash down, that's my motto, and I want you to do the same. ജീവിതത്തിൽ ഒരു പെനി പോലും ഞാൻ ആർക്കും കടപ്പെട്ടിട്ടില്ല. രൊക്കം പണം, അതാണ് എൻ്റെ ശൈലി. നിങ്ങളും അതുപോലെ ആകണമെന്നാണ് എൻ്റെ ആഗ്രഹം. She opens her handbag. Now look, here is a little check I was meaning to give you anyway. She hands it to Jill. അവർ ഹാൻഡ് ബാഗ് തുറക്കുന്നു. നോക്കൂ, എന്തായാലും ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിച്ച ഒരു ചെറിയ ചെക്കാണിത്. അവർ അത് ജില്ലിന് നൽകുന്നു. സപ്പോസ് യു ടേക്ക് ഇറ്റ് ആൻഡ് പേ ഓഫ് ജസ്റ്റ് വൺ ഓഫ് യുവർ ബിൽസ് സോ ദാറ്റ് യു ക്യാൻ സേ വൺ തിങ് അറ്റ് ലീസ്റ്റ് റിയലി ബിലോങ്സ് ടു യു. ഇതുകൊണ്ട് നിങ്ങളുടെ ഒരു കടമെങ്കിലും വീട്ടാൻ കഴിഞ്ഞാൽ കുറഞ്ഞ പക്ഷം അതെങ്കിലും നിങ്ങളുടെ സ്വന്തമെന്ന് പറയാമല്ലോ. ജിൽ ഓക്വേർഡ്ലി, താങ്ക് യു. ആൻഡ് ജെയിൻ, ഇറ്റ്സ് വെരി നൈസ് ഓഫ് യു. ജിൽ പരുങ്ങലോടെ, ഓ നന്ദി അമ്മായി, അമ്മായിയുടെ നല്ല മനസ്സിന് നന്ദി. ആൻഡ് ജെയിൻ പേറ്റിംഗ് ഹർ ആം. there, now I must be going. അമ്മായി, ശരി, അവളുടെ കയ്യിൽ തടവിക്കൊണ്ട്, ഇനി ഞാൻ പോകട്ടെ. ജാക്ക്, ഐ വിൽ സീ യു ടു ദ ബസ് എനിവേ. എന്തായാലും ഞാൻ അമ്മായിയെ ബസ്സിൻ്റെ അടുത്ത് കൊണ്ടാക്കാം. ജിൽ, ഗുഡ് ബൈ ആൻഡ് ജെയിൻ, ആൻഡ് താങ്ക്സ് സോ മച്ച് ഫോർ ദ പ്രസൻറ്റ്.
ജിൽ പോയി വരൂ അമ്മായി, സമ്മാനത്തിന് ഒത്തിരി നന്ദി. ആൻഡ് ജെയിൻ കിസ്സിങ് ഹെർ. ഗുഡ് ബൈ മൈ ഡിയർ. അമ്മായി അവളെ ചുംബിച്ചുകൊണ്ട് ഗുഡ് ബൈ മോളെ. ഷീ ആൻഡ് ജാക്ക് ഗോ ഔട്ട്. ജിൽ ലുക്സ് അറ്റ് ദ ചെക്ക് ആൻഡ് എക്സ്ക്ലെയിംസ് 10 pounds. അമ്മായിയും ജാക്കും വെളിയിലേക്ക് പോകുന്നു. ജിൽ ചെക്കിൽ നോക്കിയിട്ട് ഉറക്കെ പറയുന്നു 10 പൗണ്ട്. Then she hurries to the table, addresses an envelope, endorses the check and slips it inside with a bill which she takes from the bag and seals the envelope. അവൾ മേശയ്ക്കരികിലേക്ക് പായുന്നു. ഒരു കവറിൽ എന്തോ വിലാസം എഴുതുന്നു. ചെക്കിൽ മേലൊപ്പ് വയ്ക്കുന്നു. എന്നിട്ട് ബാഗിൽ നിന്നെടുത്ത ഒരു ബില്ലിനൊപ്പം ചെക്ക് കവറിനുള്ളിലാക്കി മുദ്ര വയ്ക്കുന്നു. Then she rings the bell. In a moment the nurse comes in with the baby in her arms. പിന്നീട് അവൾ മണിയടിക്കുന്നു. അടുത്ത നിമിഷം കൈകളിൽ ഒരു ശിശുവുമായി നഴ്സ് പ്രത്യക്ഷപ്പെടുന്നു. ജിൽ, ഓ നഴ്സ്, ഐ വോണ്ട് യു ടു റൺ ആൻഡ് പോസ്റ്റ് ദസ് ഫോർ മീ. ഓ നഴ്സ്, നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് എത്രയും വേഗം പോസ്റ്റ് ചെയ്യണം. ഐ വിൽ ലുക്ക് ആഫ്റ്റർ ദ ബേബി വൈൽ യു ആർ ഗോൺ. നിങ്ങൾ പോകുന്ന സമയത്ത് കുട്ടിയുടെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. നഴ്സ്, സർട്ടൻലി മാഡം. ഷീ ഹാൻഡ്സ് ദ ബേബി ടു ജിൽ, ടേക്സ് ദ ലെറ്റർ ആൻഡ് ഗോസ്. നഴ്സ്, തീർച്ചയായും മാഡം. അവൾ ശിശുവിനെ ജില്ലിനെ ഏൽപ്പിക്കുന്നു. എഴുത്ത് കയ്യിലെടുത്ത് പുറത്തേക്ക് പോകുന്നു. A second later, Jack comes in again. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ജാക്ക് വരുന്നു. ജാക്ക്, well, she has gone. What a tartar. Still she did leave us a bit on account. How much was it? ഹാ, അവർ പോയി. എത്ര വലിയ ദേഷ്യക്കാരി. എന്തായാലും നമുക്കൊരു ചെറിയ തുക തന്നല്ലോ. എത്രയുണ്ടായിരുന്നു? ജിൽ, 10 pounds. 10 പൗണ്ട്. Jack, with a whistle, phew, that's great. We can pay off the next 2 months on the car with that. ജാക്ക് ചൂളമടിച്ചുകൊണ്ട്, ഹാ, അത് ഉഗ്രൻ. കാറിൻ്റെ 2 മാസത്തെ തവണ ആ തുക കൊണ്ട് നമുക്ക് അടച്ചു തീർക്കാമല്ലോ. ജിൽ, ആം അഫ്രൈഡ് വി കാണ്ട്. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ജാക്ക്, വൈ അവർ നോട്ട്? ജാക്ക്, എന്തുകൊണ്ട് തോന്നുന്നില്ല? ജിൽ, യു സീ, ഐ ഹാവ് ഓൾറെഡി സെൻറ്റ് ഇറ്റ് ഓഫ് ഫോർ സംതിങ് എൽസ്. നസ് ഹാസ് ജസ്റ്റ് ഗോൺ ടു പോസ്റ്റ് ഇറ്റ്. ജിൽ, നോക്കൂ ജാക്ക്, ഞാനത് വേറൊരാവശ്യത്തിനായി അയച്ചു കഴിഞ്ഞു. നഴ്സ് അത് പോസ്റ്റ് ചെയ്യാൻ ഇപ്പോൾ തന്നെ പുറത്തു പോയതേ ഉള്ളൂ. ജാക്ക്, വെൽ, ദാറ്റ്സ് ഓൾ റൈറ്റ്. ഹു ഹാവ് യു സെൻറ്റ് ഇറ്റ് ടു? ജാക്ക്, ശരി, അത് കുഴപ്പമില്ല. ആർക്കാണ് നീ അത് അയച്ചു കൊടുത്തത്? ജിൽ, ഡോക്ടർ മാർട്ടിൻ. ജിൽ, ഡോക്ടർ മാർട്ടിന്. ജാക്ക്, ഡോക്ടർ മാർട്ടിൻ. വാട്ട് ഓൺ എർത്ത് പൊസസ്ഡ് യു ടു ഡു ദാറ്റ്? അങ്ങനെ ചെയ്യാൻ തന്നിൽ എന്ത് ഭൂതമാണോ ആവേശിച്ചിരിക്കുന്നത്? ജിൽ, നിയർലി ഇൻ ടിയേഴ്സ്. There, now you are going to be angry with me. വിതുമ്പിക്കൊണ്ട്, നിങ്ങൾക്ക് എന്നോട് ദേഷ്യമാണോ? ജാക്ക്, I am not angry. But why waste good money on the doctor? Doctors don't expect to get paid anyway. ജാക്ക്, എനിക്ക് ദേഷ്യമില്ല. എന്തിനിത്രയും പ്രയോജനപ്രദമായ പണം വെറുതെ പാഴാക്കി? ഡോക്ടർമാർ അങ്ങനെ പണമൊന്നും പ്രതീക്ഷിക്കുന്നവരല്ല. ജിൽ, sobbing a little. But you don't understand, Jack. Understand what? ജിൽ കരഞ്ഞുകൊണ്ട്, പക്ഷെ ജാക്കിന് മനസ്സിലാവുകയില്ല. ജാക്ക്, അണ്ടർസ്റ്റാൻഡ് വോട്ട്? എന്ത് മനസ്സിലാവുകയില്ലെന്ന്? ജിൽ, വൈ ജസ്റ്റ് 1 more installment and the baby really ours. ജിൽ, അടുത്ത ഒരു തവണ കൂടി കഴിഞ്ഞാൽ ഈ കുഞ്ഞ് ശരിക്കും നമ്മുടേതാകും. She is holding out the infant a little pathetically as we black out. അവൾ കുട്ടിയെ ദയനീയമായി നീട്ടിപ്പിടിച്ച് നിൽക്കുമ്പോൾ സ്റ്റേജ് ഇരുട്ടിലാകുന്നു. ഈ ക്ലാസ് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക,
കൂടുതൽ വീഡിയോ ക്ലാസ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ക്ലാസ്സുമായി നമുക്ക് പിന്നെയും കാണാം.